Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something marvelous in your life today. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ We are പോകുകയാണ്. approaching a big God, കാരണം നാം സമീപിച്ചിരിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ and അടുക്കിലേക്ക്. He is a compassionate God. അത് മാത്രമല്ല, അവൻ മനസ്സലിവുള്ള ഒരു So, ദൈവം. brother, sister, in today's episode, He will talk to you and He will do something for you. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ എപ്പിസോഡ് ദൈവം നിങ്ങളോട് സംസാരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അവൻ ചെയ്യാൻ പോകുകയാണ്. And thank you so much for sending your prayer requests. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചു തന്നതിന് പ്രത്യേകമായ നന്ദി. And thank you so much for sending your testimonies. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾക്കായി നന്ദി. And also for all the comments. അതുപോലെ തന്നെ എല്ലാ കമന്റ്സിനുമായിട്ട് നന്ദി. All right. We're going to pray for the sponsors of today's episode. ഇന്നത്തെ എപ്പിസോഡിലെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ സ്പോൺസർ തിരുവല്ലയിൽ നിന്ന് മിനിയാണ്. ഇന്ന് മകൻ ജോഷുവയുടെ ജന്മദിനമാണ്. Happy birthday, Joshua. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം മകന് നൽകിയ സൗഖ്യത്തിനുള്ള നന്ദി സൂചകമായിട്ടാണല്ലോ കർത്താവ് ഇത് നൽകിയിരിക്കുന്നത്. ജോഷുവയുടെയും സഹോദരൻ ഷാരോണിൻ്റെയും ആത്മീക വളർച്ചയ്ക്കും രക്ഷയ്ക്കുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, ജോലി ലഭിക്കുവാൻ, മിനിക്ക് ജോലി സമയക്രമീകരണത്തോടെയും വിവേകത്തോടെയും ചെയ്യുവാനുള്ള കൃപയ്ക്കായും സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടായിരിക്കുവാനായിട്ടും ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത സ്പോൺസർ ദുബായിൽ നിന്ന് ജെയിംസ് ആണ്. അടുത്ത സ്പോൺസർ. Thank you so much, James. ഫെബ്രുവരിയിൽ മകൻ മാത്യുവിൻ്റെയും ലിൻസുവിൻ്റെയും 1ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. Oh, belated anniversary wishes. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മാത്യുവിനെയും ലിൻസുവിനെയും കർത്താവെ, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, 2 പേർക്ക് ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ ജോണിന് ദൈവഹിത പ്രകാരം വിവാഹം നടക്കുവാൻ, ജെയിംസിന് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുവാനായിട്ടുകൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so much, sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി. Let us worship the Lord right now. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലുച്ചാരം കേൾക്കുന്നുണ്ട് കാതുകളിലായി, തൻ സൗരഭ്യം പറക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കും തൻ കണ്ണുകളിൽ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലുച്ചാരം കേൾക്കുന്നുണ്ട് കാതുകളിലായി, തൻ സൗരഭ്യം പറക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കും തൻ കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്. 2 പേരും നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. 2 പേരും നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്.
എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥനയോടെ 7 ദിനങ്ങൾ കാൽവറി ക്രൂശോളം നാഥനേറ്റ യാഗത്തെയും 3-ാം നാളിലെ ഉയർപ്പിനെയും ഓർക്കുന്ന ഈ പാഷൻ വീക്ക് ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു 7 days ഫാസ്റ്റിംഗ് പ്രയർ. അന്ത്യകാല ഉണർവിൽ ആർക്കും കൂച്ചുവിലങ്ങിടുവാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിനെ ബന്ധിക്കുവാൻ കഴിയാതെ, അപ്പാർട്ട്മെന്റുകളിൽ, ഹോസ്റ്റലുകളിൽ, കൂട്ടങ്ങളിൽ, കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്റെ പ്രവർത്തനം ഞാൻ നിർത്തിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന ദിവസങ്ങളാണ്. മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെ അഭിഷേക നിറവിൻ്റെ ഈ ദിനങ്ങളിൽ അനുഗ്രഹീത ദേവദാസന്മാരായ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ, പാസ്റ്റർ തോമസ് എബ്രഹാം, പാസ്റ്റർ ജോഷി ടി.ജെ, പാസ്റ്റർ സാം ടി വർഗീസ്, പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ, പാസ്റ്റർ ചാണ്ടി വർഗീസും ആരാധനയെ നയിപ്പാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ, ബ്രദർ ബ്ലസൻ മേമന എന്നിവരും ചേരുന്നു. ഈ പ്രാർത്ഥനയുടെ തത്സമയ സംരക്ഷണം എല്ലാ ദിവസവും രാത്രി 7 മുതൽ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകളിൽ ലഭ്യമാണ്. പ്രാപിക്കാം പ്രാർത്ഥനയോടെ വിടുതലും ദൈവിക അനുഗ്രഹങ്ങളും. ബ്ലെസ്സിംഗ് ടുഡേ 7 day fasting prayer. All right, these days we were talking about spiritual parenting. ഈ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ പരിപാലനത്തെ കുറിച്ചാണ്. Maybe you have never thought about this, ഒരുപക്ഷെ ഇതിനു മുന്നേ നിങ്ങൾ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കാണില്ല. but now you can think about it. എന്നാൽ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ You may be a സാധിക്കും. father or a mother, നിങ്ങൾ ഒരുപക്ഷെ ഒരു പിതാവോ അല്ലെങ്കിൽ ഒരു മാതാവോ ആയിരിക്കാം. but you can also be a spiritual parent. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആത്മീക പിതാവും മാതാവുമായിട്ട് You മാറാൻ may be a സാധിക്കും. bachelor, നിങ്ങൾ ഒരുപക്ഷെ ഒരു but അവിവാഹിതനായിരിക്കാം. you can be a spiritual parent. പക്ഷെ നിങ്ങൾക്ക് ഒരു ആത്മീകമായി പരിപാലനം നടത്തുന്ന ഒരു വ്യക്തിയായി തീരാൻ And for സാധിക്കും. that, what you need to do is you need to share the gospel with somebody. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുക. You share the word with some people. ആ ദൈവവചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. And the Holy Spirit will come along with that word sown, and people will be born again. നിങ്ങൾ വിതച്ച ആ വിത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും അതിലൂടെ ജനങ്ങൾ വീണ്ടും ജനിക്കാൻ ആരംഭിക്കുകയും And ചെയ്യും. such babies, spiritual babies, you can raise in the Lord. അത്തരത്തിലുള്ള ആത്മീക ശിശുക്കളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ And സാധിക്കും. what are the qualities that you need as a spiritual parent? ഒരു ആത്മീക മാതാപിതാക്കൾ എന്ന നിലയിൽ എന്തെല്ലാം സ്വഭാവ ഗുണവിശേഷങ്ങളാണ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്? Number one, a heart of love and care. ഒന്നാമത്തേത് സ്നേഹിക്കാനും അതുപോലെ കരുതുവാനുമുള്ള ഒരു വലിയ ഹൃദയം ഉണ്ടായിരിക്കുക. That is the heart of a parent. അതൊരു മാതാപിതാക്കളുടെ ഹൃദയമാണ്. A father's heart or a mother's heart is a heart of love and care. ഓർക്കുക, ഒരു പിതാവിന്റെ ഹൃദയമാണെങ്കിലും ഒരു മാതാവിന്റെ ഹൃദയമാണെങ്കിലും അത് സ്നേഹത്തിനും കരുതലിനും വേണ്ടിയിട്ടുള്ള ഒരു ഹൃദയമാണ്. Usually, by nature, a father or a mother will have that heart of love, heart of care. സാധാരണയായിട്ട് സ്വാഭാവികമായി തന്നെ ഒരു മാതാവിനാണെങ്കിലും ശരി ഒരു പിതാവിനാണെങ്കിലും ശരി സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള ഒരു ഹൃദയം അവർക്കുണ്ട്. So if you want to be a spiritual parent, you need to have that kind of a heart. നിങ്ങൾ ഒരു ആത്മീക മാതാപിതാക്കളാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹൃദയം നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. Amen. ആമേൻ. 1 Thessalonians chapter 2 ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം and verse number 8. അതിന്റെ 8-ാമത്തെ വചനം. So we care for you because we loved you so much. We were delighted to share with you not only the gospel of God, but our lives as well. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. That means they shared the gospel with these people. അതിന്റെ അർത്ഥം ഇവർ ഇപ്പോൾ സുവിശേഷം ഈ ജനങ്ങളോട് പങ്കുവെച്ചു. But Paul says not only the gospel, but they were willing to give them their own life. എന്നാൽ അവർ പൗലോസ് പറയുന്നത് ഇവർ സുവിശേഷം മാത്രമല്ല കൊടുത്തത്, മറിച്ച് അവരുടെ പ്രാണൻ വരെയും വെച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. In other words, Paul and his ministry team, they showed life-giving love for the people. മറ്റൊരു തരത്തിൽ പറഞ്ഞ പൗലോസും നേതാക്കന്മാരും സത്യത്തിൽ ജീവൻ പണയപ്പെടുത്തുന്ന അല്ലെ ജീവൻ കൊടുക്കുന്ന ഒരു സ്നേഹമാണ് അവർക്ക് കൊടുത്തത്.
So, as you are listening to this message, I believe the Lord is giving you that kind of a heart. നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾക്ക് ഇതേ ഹൃദയം നൽകുകയാണ്. You may be a student now. ഒരുപക്ഷെ നിങ്ങളൊരു You may be a വിദ്യാർത്ഥിയായിരിക്കാം, nurse. അല്ലെങ്കിൽ നേഴ്സ് ആയിരിക്കാം, You may be an engineer. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, You may be a teacher. അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിരിക്കാം, You may be a mechanic. അല്ലെങ്കിൽ ഒരു മെക്കാനിക് ആയിരിക്കാം. Whoever you are, you can be a spiritual parent to somebody. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ആത്മീക മാതാപിതാക്കളായിട്ട് മാറാൻ സാധിക്കും. Parents love their children because of the blood relationship. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് അവരുടെ രക്തബന്ധം നിമിത്തമായിട്ടാണ്. We also have a blood relationship. അവർക്ക് നമുക്കും ഇതുപോലെ രക്തബന്ധമുണ്ട്. There is no natural blood. അത് സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയാലുള്ള It രക്തബന്ധമല്ല, is through the supernatural blood of Jesus. മറിച്ച് അസാധാരണമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സംഭവിച്ച We ബന്ധമാണ്. all have a blood relationship നമുക്ക് എല്ലാവർക്കും ഒരു രക്തബന്ധമുണ്ട്. because the blood of Jesus is passing through all our lives. കാരണം യേശുവിന്റെ രക്തം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. Number two, a good spiritual parent should have a sense of responsibility. രണ്ടാമത്തേത്, ഒരു നല്ല ആത്മീക പരിപാലനം നടത്തുന്ന ആത്മീയ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വത്തിന്റെ മനോഭാവം ഉണ്ടായിരിക്കും. Parents raise their children because of a sense of responsibility. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവർക്കുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ Some നിന്നുകൊണ്ടാണ്. parents, they lose the sense of എന്നാൽ responsibility. ചില മാതാപിതാക്കൾ അവർ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരാണ്. They become very selfish. അവർ സ്വയം സ്നേഹികൾ മാത്രമാണ്. They go after pleasure or they go after somebody else, but they don't care for their children. അവർ കുഞ്ഞുങ്ങളെ നോക്കാതെ അവർക്ക് വേണ്ട ഇഷ്ടത്തിന് വേണ്ടിയിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ പുറകെയും അവര് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോവുകയാണ്. If you think the seriousness of it, we can understand that spiritual parenting is more important than natural parenting. നമ്മൾ ഇതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ ആത്മീക പരിപാലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീകമായിട്ടുള്ള മാതാപിതാക്കളുടെ പരിപാലനം എന്ന് പറയുന്നത് ഭൗതിക മാതാപിതാക്കളുടെ പരിപാലനത്തെക്കാൾ ഗൗരവമുള്ള വിഷയമാണ്. Natural parenting prepares a person to live in this world. ഓർക്കുക, ഈ ഭൂമിയിലുള്ള പ്രകൃതിയാലുള്ള പരിപാലനം എന്ന് പറയുന്നത് ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് നാം അത് ചെയ്യുന്നത്. But spiritual parenting prepares a person for eternity. എന്നാൽ ആത്മീക പരിപാലനം നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ഒരുക്കിയെടുക്കുന്നത്. I hope you have understood the significance. ഇതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So when we think about the preparing a person for eternity, we will have a sense of responsibility. നിത്യതയിലേക്ക് ഒരുക്കിക്കൊണ്ടുപോകുന്ന ആത്മീയ പരിപാലനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഗൗരവപൂർണരാകും. And you will be serious about it, you will pray about it, you will invest time for it. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവമുള്ളവരായിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അതിനുവേണ്ടി ഒത്തിരി നിങ്ങൾ നിക്ഷേപിക്കുന്ന വ്യക്തികളായി തീരും. Spiritual parenting is not a silly thing. ഓർക്കുക, ആത്മീക പരിപാലനം എന്നുള്ളത് അതൊരു കുട്ടിക്കളിയല്ല. Jesus invested his own time and life and everything upon the 12 disciples. ഓർക്കുക, യേശു കർത്താവ് തന്റെ ജീവിതം, തന്റെ സമയം, സകലതും 12 ശിഷ്യന്മാരുടെ മേൽ അവൻ ഇട്ടു. And sometimes they were not coming up to the expected standard. ചില സമയങ്ങളിലൊക്കെ യേശുവിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവർക്ക് ഉയരാൻ സാധിച്ചിട്ടുമില്ല. But still he was extending his patience. എങ്കിലും അവന്റെ ക്ഷമ അവൻ ദീർഘമാക്കി. Sometimes they were utterly failing in life. ചില സമയത്തൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ വളരെ പരാജിതരായിരുന്നു. But still Jesus was very patient with him. എന്നാൽ with them. യേശു കർത്താവ് അപ്പോഴും അവരോട് വളരെയധികം ദയയോടെ ക്ഷമയോടെ പെരുമാറി. So number 3, a spiritual parent should have a commitment to give time and attention. മൂന്നാമത്തെ കാര്യം, ആത്മീയ മാതാപിതാക്കൾ അവരുടെ സമയവും ശ്രദ്ധയും കൊടുക്കുന്നവരായിരിക്കണം. See, take the case of natural parenting. From the time of conception, the parents are caring for the baby. പ്രകൃതിയ സംഭവിക്കുന്ന ആ പരിപാലനത്തെക്കുറിച്ച്, മാതാപിതാക്കളുടെ പരിപാലനത്തെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിനെ കരുതുന്നു. Now the baby is born, ഇനിയിപ്പോൾ കുഞ്ഞ് ജനിക്കുന്നു, more care. കൂടുതൽ കരുതൽ.
every day, day in and day out, they are attending to the baby. ദിവസവും രാവും പകലും അവർ കുഞ്ഞിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. Feeding the baby, bathing the baby, dressing up the baby, playing with the baby. അവർ കുഞ്ഞിനെ കഴിപ്പിക്കുന്നു, കുഞ്ഞിനെ കുളിപ്പിക്കുന്നു, കുഞ്ഞിനോടൊപ്പം കളിക്കുന്നു. So if you are leading somebody to the Lord, you have a responsibility also to give that person care, especially in the initial years. ഓർക്കുക, നിങ്ങൾ ഒരു വ്യക്തിയെ യേശുവിലേക്ക് നയിക്കുമ്പോൾ പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധയും കരുതലും ആ വ്യക്തിക്ക് കൊടുക്കണം. So a person, a spiritual parent should be attending to that spiritual baby, giving that person the right feed, the right guidance, and everything, the love and warmth and prayer and everything. ഓർക്കുക, ഒരു ആത്മീയ മാതാപിതാക്കൾ ഒരു ആത്മീയ ശിശുവിനെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിശുവിന് വേണ്ട ആത്മീയമായ കരുതൽ, സ്നേഹം, അതുപോലെ തന്നെ ആ മാർഗനിർദ്ദേശങ്ങൾ എല്ലാം സമയത്ത് നാം കൊടുത്തിരിക്കണം. I'm not saying that you should control that person. No, never control that person, but lead that person by example. ഞാൻ ഒരിക്കലും ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആ വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. Can I give you one verse? ഒരു വചനം കൂടെ ഞാൻ നിങ്ങൾക്ക് John നൽകട്ടെ. 15 and verse number 15. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. I no longer call you servants, because a servant does not know his master's business. Instead, I have called you friends. For everything that I learned from my Father, I have made known to you. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായികൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ What is എന്ന് പറഞ്ഞു. Jesus doing here? യേശു കർത്താവ് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? Whatever he learned from the Father, he is sharing with the disciples. അവൻ എന്തൊക്കെ പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അതൊക്കെ തന്റെ ശിഷ്യന്മാരോട് താൻ പങ്കുവെച്ചു. Usually we hide many things. സാധാരണ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നവരാണ്. These are my trade secret. ഇതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ട് ആണ്. I cannot expose this to you. ഈ കാര്യങ്ങളൊന്നും ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. So I want to hide these things. I will give only this portion. ഞാൻ ഇതൊക്കെ ഞാൻ മറച്ചു പിടിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. But Jesus shared everything with them. എന്നാൽ യേശു കർത്താവ് സകലതും അവരോട് പങ്കുവെച്ചു. And finally he said, now you are not servants, you are my friends. ഒടുവിൽ യേശു പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല മറിച്ച് എൻ്റെ So in സ്നേഹിതന്മാരാണ്. those days only friends would be sharing everything. ആ കാലഘട്ടത്തിൽ സ്നേഹിതന്മാർ മാത്രമാണ് പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നത്. Not just friends, but covenant friends. സാധാരണ സ്നേഹിതന്മാരല്ല, പകരം ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സ്നേഹിതന്മാർ തമ്മിലാണത്. So Jesus shared his heart, his knowledge and his wisdom and all the mysteries of the kingdom of God. Everything he shared with them. യേശു കർത്താവ് തൻ്റെ ഹൃദയം, അതുപോലെ തന്നെ തൻ്റെ അറിവുകൾ, തൻ്റെ ജ്ഞാനം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ, ഇതെല്ലാം തൻ്റെ ശിഷ്യന്മാരായിട്ട് താൻ പങ്കുവെച്ചു. This is why I usually encourage you to share with others whatever you learn from these episodes. അതുകൊണ്ടാണ് ഈ എപ്പിസോഡുകളിലൂടെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം മറ്റുള്ളവരോട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് So ആവശ്യപ്പെടുന്നത്. many people, they write down notes, ഒത്തിരി ആളുകളും അവർ നോട്ട്സ് എഴുതിയെടുക്കും. then they close the notebook and carefully keep them. അവർ ആ നോട്ട്ബുക്ക് അടച്ച് അത് നന്നായിട്ട് ഭദ്രമായി സൂക്ഷിക്കും. Brother, now I have 28 notebooks. ബ്രദർ, ഇപ്പൊ എന്റെ കയ്യിൽ 28 All നോട്ട്ബുക്സ്, blessing today messages. എല്ലാം ബ്ലെസ്സിംഗ് ടുഡേ മെസ്സേജുകളാണ്. My question is, are you using these notes to teach others? എന്റെ ചോദ്യം ഇതാണ്, ഈ നോട്ട്സ് എടുത്തിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ വേണ്ടി ഈ നോട്ട് ബുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? Otherwise, whatever you have written there, you will forget and nobody else will be benefited from it. അല്ലാത്ത പക്ഷം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മറന്നുപോകും. അത് മാത്രമല്ല മറ്റാർക്കും ഉപകാരപ്രദമായി തീരുകയുമില്ല. When you teach somebody something, you will have a thorough knowledge. You will go to deeper level. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഇത് പഠിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ ധാരണയും അറിവുമുള്ള വ്യക്തിയായി തീരും. So I encourage you even today, whatever you learn daily from blessing today,
give others. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എന്തൊക്കെയാണോ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പഠിച്ചിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. Translate into many other languages. മറ്റ് പല ലാംഗ്വേജുകളിലേക്ക്, ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. Send your notes to some people. നിങ്ങളുടെ നോട്ട്സ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. Start a new group, prayer group. ഒരു പുതിയ പ്രെയർ ഗ്രൂപ്പ് തുടങ്ങുക. Start a Zoom meeting ഒരു സൂം മീറ്റിംഗ് or ആരംഭിക്കുക. a Google Meet meeting. അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിംഗ് തുടങ്ങുക. And let the wisdom, let everything that you learn flow to others. നിങ്ങളിൽ നിന്ന് ഒഴുകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് ഒഴുകട്ടെ. If Jesus hadn't told everything that he had learned from the Father to us, we would be ignorant even today. ഓർക്കുക, പിതാവാം ദൈവത്തിൽ നിന്ന് അവൻ പഠിച്ച കാര്യങ്ങളൊക്കെ യേശു കർത്താവ് നമ്മോട് പങ്കുവെച്ചില്ലായിരുന്നെങ്കിൽ നാം ഇന്ന് അജ്ഞാനികളായിട്ട് മാറിയേനെ. So number 4, a good spiritual parent should be an example to follow. നാലാമത്തെ കാര്യം, ഒരു നല്ല ആത്മീയ മാതാപിതാക്കൾ മറ്റുള്ളവർക്ക് പിന്തുടരുവാൻ തക്കവിധം മാതൃകയുള്ളവരായിരിക്കണം. 1 Corinthians chapter 11 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം verse number 1. അതിന്റെ 1-ാമത്തെ വചനം. Paul says, follow my example as I follow the example of Christ. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. So Jesus not only preached everything but he demonstrated, practiced everything. യേശു കർത്താവ് എല്ലാ കാര്യങ്ങളും പ്രസംഗിക്കുക മാത്രമല്ലായിരുന്നു, മറിച്ച് അത് പ്രായോഗിക തലത്തിൽ ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളത് അവൻ മാതൃകയാക്കി നമുക്ക് കാണിച്ചു As തന്നു. a spiritual parent, you need to practice things so that you can set an example for the disciples or the persons you are parenting can follow. ഓർക്കുക, ആത്മീയ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ കാര്യങ്ങൾ പറയുന്നവർ മാത്രമല്ലാതെ മറ്റുള്ളവർ നിങ്ങളെ അനുകരിക്കാൻ തക്ക വിധത്തിൽ മാതൃകയുള്ള ജീവിതമുള്ളവരായി തീരണം. And finally, I want to tell you this. ഒടുവിലായിട്ട് ഈ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. As a spiritual parent, you can give necessary training and correction. ആത്മീയ മാതാപിതാക്കൾ എന്ന നിലയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പരിശീലനങ്ങളും അതുപോലെ തന്നെ തെറ്റുതിരുത്തലുകളുമാവാം. Because when you train somebody, even when you raise your children, you know how you are doing it. If the child is making any mistake, you will discipline, you will correct, you will explain this is wrong and this is the way you have to do. നിങ്ങൾ ആത്മീകമായിട്ട് ഒരു പരിശീലനം നൽകുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പരിശീലനം നൽകുമ്പോൾ തന്നെ നിങ്ങൾ അവരെ ശിക്ഷണം നടത്തുന്നു. എന്താണ് ശരി, എന്താണ് ശരിയല്ലാത്തത് എന്നുള്ളതിനെ വ്യക്തമാക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ നാം അവരെ ശിക്ഷണം നടത്താറുണ്ട്. But as a mother or a father, when you rebuke your child or when you discipline your child, it is purely out of love that you're doing. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ശിക്ഷണം നടത്തുമ്പോൾ ഇതെല്ലാം ഹൃദയത്തിൻ അടിത്തട്ടിൽ നിന്നുള്ള കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നാം ചെയ്യുന്നത്. So here also in spiritual parenting, everything that you do, training, correcting, rebuking, everything should be out of love. അതുകൊണ്ട് ആത്മീയ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ പരിശീലനം നൽകുമ്പോഴും ശിക്ഷണം നൽകുമ്പോഴും തെറ്റുകൾ തിരുത്തുമ്പോഴും ഒക്കെയും ഇതെല്ലാം അവരോടുള്ള സ്നേഹത്തിൽ നിന്ന് ആയിരിക്കണം. That's what Jesus did. അതാണ് യേശു കർത്താവ് That's ചെയ്തത്. what the Heavenly Father does. അതാണ് സ്വർഗീയ പിതാവും ചെയ്തത്. And that's what we need to do. അതാണ് നാമും ചെയ്യേണ്ടത്. So my prayer is that everyone who is watching this episode in the days to come should become excellent spiritual parents. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയും ഇതാണ്, ഈ ദിവസങ്ങളിൽ നല്ല ആത്മീയ മാതാപിതാക്കളായി തീരണം എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വളരെ ശക്തരായി പരിശീലനം നൽകുന്ന മികവുള്ള ആത്മീയ മാതാപിതാക്കളായി തീരട്ടെ. Hallelujah. Hallelujah. Father, we thank you for the series that you gave us on the fatherhood of God. പിതാവിൻ്റെ പിതൃത്വത്തെക്കുറിച്ച്, സ്വർഗീയ പിതാവിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് പഠിക്കുവാൻ തന്ന ഈ നല്ല അവസരത്തിനായി പിതാവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. And we thank you also for giving us an opportunity to learn something about spiritual parenting. അതുമാത്രമല്ല ആത്മീയ മാതാപിതാക്കളെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. Thank you, Lord. നന്ദി യേശുവേ. Amen. ആമേൻ. I will be praying for you after listening to one testimony. ഒരു ടെസ്റ്റിമണി കേട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. And by the way, as you know, all of this week we are having
the Passion Week fasting and prayer. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ Today നടന്നുകൊണ്ടിരിക്കുകയാണ്. also we have 2 sessions, ഇന്നും നമുക്ക് 2 സെഷൻസ് ഉണ്ട്, 10 o'clock and 7 o'clock. 10 മണിക്കും 7 മണിക്കും. And I request all of you to be a part of this fast and prayer. ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഭാഗമായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ക്ഷണിക്കുന്നു. And tomorrow Sunday we'll be having 2 services. അതുപോലെ തന്നെ നാളെ ഞായറാഴ്ച നമുക്ക് 2 സർവീസ് ഉണ്ട്. And I believe something great is going to be unfolded from heaven. അത് മാത്രമല്ല സ്വർഗ്ഗത്തിൽ നിന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു നൽകാൻ പോകുകയാണ്. Get ready for that. അതിനുവേണ്ടി തയ്യാറാവുക. Let's listen to this ഈ testimony. ഒരു ടെസ്റ്റിമണി നമുക്ക് കേൾക്കാം. This is from സിനി കുവൈറ്റ്. ഹലോ പാസ്റ്റർ, പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് സിനി. ഞാൻ 2 പ്രാർത്ഥനാ വിഷയം പാസ്റ്ററിന് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ വിസ പുതുക്കി കിട്ടുന്ന കാര്യമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, കഴിഞ്ഞ ആഴ്ച എൻ്റെ വിസ പുതുക്കി കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കഴുത്തിൻ്റെ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു. രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല, കഴുത്ത് തിരിക്കാൻ പറ്റത്തില്ല. പാസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. ഈശോപ്പച്ചൻ വിടുതലിനെ തന്നു. 2 ദിവസമായിട്ട് എനിക്ക് ആ വേദനയില്ല. പ്രാർത്ഥിച്ച പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. This is wonderful, short and sweet. ഇത് വളരെ ചുരുക്കമാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു സാക്ഷ്യമാണ്. And I believe the Lord is going to do something bigger than this in your life. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. You may stretch forth your hands towards the screen. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് നീട്ടാൻ സാധിക്കും. There is a person you are under medication for very long, and today a healing is coming on you. ഇന്ന് വളരെ നീണ്ട ചില ചികിത്സയുമായി മുന്നോട്ട് പോകുന്ന ചില ആളുകൾ ഇന്ന് കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കാൻ And പോകുന്നു. I see a person, you have a pain in this area, just like a belt here. In this area you have severe pain. അതുപോലെ തന്നെ ഞാൻ ഒരു വ്യക്തിയെ കാണുന്നു, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ബെൽറ്റ് പോലെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വല്ലാത്ത വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് Be സുഖപ്പെടുത്തുകയാണ്. healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക. All kinds of allergies, the Lord is healing. എല്ലാ തരത്തിലുള്ള അലർജികളും ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്. Dust allergy, soap allergy, medicinal allergy, all kinds of allergies, the Lord is healing now. ഇപ്പോൾ എല്ലാവിധ ഡസ്റ്റിന്റെ പൊടിയുടെ അലർജി, മരുന്നുകളുടെ അലർജി, ഭക്ഷണത്തിന്റെ അലർജി, എല്ലാ തരത്തിലുള്ള അലർജികളും ഇപ്പോൾ പരിപൂർണമായിട്ടും വിട്ടുമാറട്ടെ. Clearly I can see the Lord's hands touching some people. അതുപോലെ തന്നെ ആരുടെയൊക്കെയോ കൈകളിൽ കർത്താവിന്റെ കരം തൊടുന്നതായി ഞാൻ Even കാണുന്നു. some people are coming out of alcoholism. അതുപോലെ തന്നെ മദ്യപാനത്തിൽ നിന്ന് ചിലർ പുറത്തു വരുന്നത് ഞാൻ Some കാണുന്നു. people are coming out of bad habits. അതുപോലെ തന്നെ ദുശ്ശീലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ കാണുന്നു. And I feel that God is filling you with peace. അതുമാത്രമല്ല ദൈവം സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കുന്ന കാഴ്ച ഞാൻ Thank കാണുന്നു. you, Lord, for blessing everyone. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Greater things are on the way. വലിയ കാര്യങ്ങൾ വരികയാണ്. Attend today's fasting prayer sessions ഇന്നത്തെ ഫാസ്റ്റിംഗ് പ്രയർ സെഷൻ അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. and tomorrow's Sunday services. അപ്പോൾ തന്നെ നാളത്തെ ഞായറാഴ്ച ആരാധനയും അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. God bless you all. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി God അനുഗ്രഹിക്കട്ടെ. willing, we will be starting a new message series from this Monday. ദൈവം അനുവദിച്ചാൽ ഒരു പുതിയ സന്ദേശ പരമ്പര ഈ തിങ്കളാഴ്ച തുടങ്ങാൻ പോകുകയാണ്. And we'll be focusing on the Son of God. Amen. ഈ ആഴ്ച മുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ദൈവപുത്രൻ എന്ന വിഷയത്തിലാണ്. We saw God the Father, we saw the Holy Spirit. Now we are going to learn more about Jesus Christ. നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അതിന് മാത്രമല്ല പിതാവാം ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പുത്രനായ ക്രിസ്തു യേശുവിനെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. Amen. Amen. God bless you. Bye-bye. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ. രണ്ടുപേരും നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. രണ്ടുപേരും നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് തിരുസാന്നിധ്യം മനോഹരം മനോഹരം
കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ